ഇന്ന് നമസ്തേ. എൻ്റെ കുഞ്ഞും എൻ്റെ കൂടെ ഉണ്ട്. ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാവർക്കും. എല്ലാവർക്കും ഹായ് എന്ന് പറഞ്ഞേ. ആ, എല്ലാവർക്കും സുഖമാണോന്ന് ചോദിച്ചേ. സുഖം. അവൾ എൻ്റെ കയ്യിൽ കയറിയിരിക്കുക. ഞാൻ എപ്പം ക്യാമറ എടുത്താലും ഓടി വരും. ക്യാമറയിൽ പോസ് ചെയ്യാൻ എനിക്ക് വന്ന് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എപ്പോഴും ഞാൻ നല്ല എടുക്കെന്നും പറഞ്ഞ് ഓടി വരും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്കൊരു ടൊമാറ്ററിൻ്റെ പച്ചടി വെക്കാം. 4 ടൊമാറ്ററും എടുത്തിട്ടുണ്ട്, 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ശകലം കടുകും തേങ്ങായും പിന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഞാൻ പകുതി തേങ്ങ എടുത്ത് ജീരകവുമായിട്ട് ഇതിനകത്ത് ഇട്ടു. ഇനി ഇതും കൂടി ഇട്ടിട്ട് ഒന്നിച്ചൊന്ന് അരയ്ക്കണം. അരച്ചിട്ട് നിങ്ങളെ ഞാൻ അതെങ്ങനെ എടുക്കുന്നതെന്ന് കാണിക്കും. അപ്പം നമുക്ക് നമ്മുടെ 4 തക്കാളിക്ക ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ഇത്രയും തൈരും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പച്ചടിയില്ലേ, എൻ്റെ കൂടെ എൻ്റെ മോളൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കാൻ സമ്മതിക്കത്തില്ല. നേണ്ട എൻ്റെ കൂടെ ഞാൻ എടുക്കണമെന്നും പറഞ്ഞ് ഇവിടെ ഇട്ടു. പിന്നെ ഞാനൊരു പലക എടുത്ത് ഇട്ട് കൊടുത്തു. അതേ കയറ്റി നിർത്തിയേക്കുക. ഒരു വകയെ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കത്തില്ല ചെയ്യിക്കാൻ. വേണ്ടേ, അപ്പോൾ അവളൂടാ ചെയ്യുന്നതെല്ലാം. അപ്പം ഞാൻ വിചാരിച്ചു ഈ പച്ചടി ഒന്ന് വെക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് ചെല്ലിയമ്മ. ഒരു വകയെ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കത്തേ ഇല്ല, വർത്താനവും പറയിപ്പിക്കത്തില്ല. അതുകൊണ്ട് ഇത് കണ്ടോ, ആ തക്കാളിക്കകത്തൊക്കെ കൈയിടുക ജോലി പുള്ളിക്കാരി. ഇപ്പം നമ്മൾ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കത്തില്ല. നമുക്ക് ഗ്യാസ് ഒന്ന് കത്തി. പിന്നെ നമുക്കൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പയിലോട്ട് വെക്കാം. അപ്പം നമ്മളാണെങ്കിൽ നമ്മൾ ചീനിച്ചട്ടി നമ്മളെടുത്ത് അടുപ്പയിലോട്ട് വെച്ച് ഇനി നമുക്ക് ഇച്ചിരി പുള്ളിക്കാരിയും കൂടെ പാചകം. നമുക്ക് ഇച്ചിരി ഇത്രയും വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. ഈ വെളിച്ചെണ്ണ എല്ലാം കട്ട കെട്ടിയിരിക്കുക. അപ്പം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്നിടം വരെ നമുക്ക് ഒന്ന് നോക്കാം. എന്നാ ടൊമാറ്റോ വേണോ? ഇങ്ങനെ ഭയങ്കര എൻ്റെ ഇവിടെ കയറി നിൽക്കുക കണ്ടോ. ഇവിടെ കയറി നിന്നെല്ലാം ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കൂ. നമ്മുടെ എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പം നമ്മുടെ എണ്ണ അങ്ങ് ചൂടായി. ഇനി നാളെ അതിനകത്തോട് ഇച്ചിരി കടുക് ഇട്ടു. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്കും നമ്മൾ 4 തക്കാളിക്ക കീറിയതും 5 പച്ചമുളകും, നമ്മളിതിൽ മറ്റേ മുളക് ചേർക്കുന്നില്ല, അതുകൊണ്ട് 5 മുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. കരിയാപ്പില എനിക്കില്ലാത്തതുകൊണ്ട് കരിയാപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ ഇച്ച കരിയാപ്പിലയും ഇടുക. ഇപ്പം നമ്മൾ തക്കാളിക്ക ഇങ്ങനെ ഒന്ന് നല്ലോണം വഴറ്റി മൂപ്പിക്കണം. നമുക്ക് തക്കാളിക്ക പച്ചടിയ നമ്മുടെ തക്കാളിക്ക തന്നെ നല്ലോണം ഒന്ന് മൂക്കണം. അപ്പം നമ്മുടെ തക്കാളിക്ക് അങ്ങനെയല്ല നല്ലോണം വഴഞ്ഞി. നമുക്ക് ഞാൻ തേങ്ങയും ജീരകവും കടുവും കൂടെ അരച്ച് വെച്ചിട്ടില്ലായിരുന്നു, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കും. അത് ഞാനെടുത്ത് അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് പച്ചച്ചവ മാറുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. അപ്പം ഞാനൊരു ചില ഉപ്പൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ അരപ്പ് അങ്ങനെ കിടന്ന് എല്ലാം നല്ലോണം തിളച്ച്. ഇത് തന്നെ മഞ്ഞൾപ്പൊടി ഒരു തുള്ളിയും ചേർക്കാതെയും നമുക്ക് വെക്കാം. ഇതിപ്പം ഞാൻ പച്ചടി ആയതുകൊണ്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്തു. നമ്മുടെ പച്ചടിയുടെ അരപ്പെല്ലാം നമുക്ക് പെട്ടെന്നൊരു കൂട്ടാനുണ്ടാക്കാം. തൈരുണ്ട്. മറ്റേ പച്ചടിക്ക് നമ്മൾ ഉലുവാപ്പൊടി ഇടും, ഇതിന് ഉലുവാപ്പൊടി ഇടണ്ട. ഇതിന് ജീരകവും കടുവും ഒരു ശകലം അരച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ ആ പച്ചടിയുടെ അതെല്ലാം നല്ലവണ്ണം അരപ്പ് വെന്തു. ഇനി നമുക്ക് ആ തീ അങ്ങ് കെടുത്തിട്ട് നമുക്ക് ഒരു പാത്രം തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം.
തൈരൊന്ന് ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കാം. അപ്പം നല്ല സ്വാദിഷ്ടമായിട്ട് തക്കാളിക്ക പച്ചടി എല്ലാം റെഡിയായി. നിങ്ങൾ ഇതുപോലൊരു പച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കുക. നല്ല എളുപ്പം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എനിക്ക് എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ആ ഉമ്മ.